വായന തന്നെ പലതരത്തിലുണ്ട്. ചിലർ വളരെ പെട്ടെന്ന് വായിക്കുന്നവരാണ്. സ്വാമി വിവേകാനന്ദൻ ഒരു പുസ്തകം കയ്യിലെടുത്താൽ തന്നെ അതിൻ്റെ മുഴുവൻ അർത്ഥവും സ്വായത്തമാക്കുമെന്ന് കേട്ടിട്ടുണ്ട്, യോഗയിലൂടെയും മറ്റും. അങ്ങനെ വായിക്കുന്നവരുമുണ്ട്. അല്ല, നേരെ വളരെ പതുക്കെ സിപ്പായിട്ട് നമ്മളൊരു വൈൻ നുകരുന്ന രീതിയിൽ വളരെ പതുക്കെ വായിക്കുന്ന സ്ലോ റീഡേഴ്സുമുണ്ട്. അങ്ങനെ വായിക്കാന്ന് വെച്ചാൽ ആ ഒരു പുസ്തകത്തിൻ്റെ ആത്മാവിലേറി സഞ്ചരിക്കുക, ആ പുസ്തകത്തിൻ്റെ കഥാപാത്രങ്ങളിലൂടെ യാത്ര ചെയ്യുന്ന ഒരു പരന്ന വായനയാണ്. ഇത് പറഞ്ഞു വന്നത്, ഒരേ പുസ്തകങ്ങൾ ഒറ്റ ഒരു പുസ്തകമാണ്, പക്ഷെ അത് തന്നെ രണ്ടായിട്ട് എൻ്റെ കയ്യിലുണ്ട്. വിശ്വവിഖ്യാതനായ ദസ്തയേവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും എന്ന ഈ ഒരു പുസ്തകം, വളരെ ദീർഘമായ ഒരു വായന ആവശ്യപ്പെടുന്ന ഈ ഒരു പുസ്തകം, പക്ഷേ ഇത്രയും വിഖ്യാതമായതിനാൽ എനിക്ക് കാര്യം എന്താണെന്ന് അറിയണം. എൻ്റെ അന്നത്തെ ആ ഒരു വായനയുടെ പക്വതയില്ലായ്മ കാരണം ആദ്യം വാങ്ങിയത് ഈ ഒരു ചെറിയ പുസ്തകമാണ്. കുറ്റവും ശിക്ഷയും വളരെ ചെറിയ 200 പേജുകളിലൊക്കെ ഒതുങ്ങുന്ന ചെറിയ പുസ്തകമാണ്. അത് ഈ കഥ എന്താണെന്നുണ്ട്, പക്ഷേ കഥയും കഥാപാത്രങ്ങളും എന്താണെന്നും അവരുടെ ആത്മാവിലൂടെ സഞ്ചരിക്കണം എങ്കിൽ തീർച്ചയായിട്ടും വായിക്കേണ്ടത് ഈ ഒരു പുസ്തകം തന്നെയാണ്. നമ്മുടെ സമയം കുറേ അത് എടുക്കുമായിരിക്കും, പക്ഷേ വായനയിലൂടെ ഒരു വായനക്കാരൻ ആഗ്രഹിക്കുന്ന ഫലം എന്താണ്, അത് ലഭിക്കുന്നത് തീർച്ചയായിട്ടും ഇങ്ങനെ സമയം ചിലവഴിച്ച് വായിക്കുമ്പോൾ തന്നെയാണ്. ഓരോരുത്തർക്കും പല അഭിപ്രായങ്ങളായിരിക്കും, അത് നിങ്ങൾക്ക് എന്നോട് പങ്കുവയ്ക്കാം. നിങ്ങൾ എങ്ങനത്തെ വായനക്കാരനാണ് എന്നുള്ളതും പങ്കുവയ്ക്കാം. എല്ലാവർക്കും നല്ല ദിവസം നേരുന്നു. സ്നേഹപൂർവ്വം, ഐശ്വര്യ.